നമസ്തേ, ധന്യാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കക്കുരു കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ആരെങ്കിലും ഇത് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എൻ്റെ വീട്ടിലിത് ചക്കക്കാലമായാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ പേര് ചക്കക്കുരു പൊടിമാസ് എന്നാണ്. വളരെ രുചികരമാണ്. ചോറിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും ചേരുന്നത്. വേറെ ഒന്നിൻ്റെ കൂടെ എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചക്കക്കുരു നന്നായിട്ട് ഉപ്പും കൂടെ ചേർത്ത് പുഴുങ്ങിയെടുക്കുക. ഉടഞ്ഞു പോവാതിരിക്കാൻ ഞാൻ പുറത്തേ ആ സ്കിന്ന് കട്ടിയുള്ള തോടും കൂടെ ചേർത്താണ് പുഴുങ്ങിയിട്ടുള്ളത്. അപ്പം അങ്ങ് ഉടഞ്ഞ് വല്ലാതെ കുഴഞ്ഞു പോയില്ല. അകത്തെ ബ്രൗൺ സ്കിന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. അത് എഡിബിളാണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. എപ്പോഴും നട്ട്സിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. കുക്ക് ചെയ്ത ചക്കക്കുരു ആദ്യം കത്തി കൊണ്ടൊന്ന് അണീവനായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കനമുള്ള എന്തെങ്കിലും കൊണ്ട് ഒന്ന് നന്നായിട്ട് ഇടിച്ചു കൊടുക്കും. അപ്പോൾ ഏകദേശം ഈ ഫോമിൽ കിട്ടും. ഈ ഫോമിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ചേരുവകൾ വറുത്ത് പൊടിച്ചെടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിരകിയെടുത്ത തേങ്ങ ഒരു 1/3 കപ്പ്, കറിവേപ്പില ഒരു 2 തണ്ട് അല്ലെങ്കിൽ ഒരു 20 ലീവ്സ്, വറ്റൽമുളക് ഒരു 4-5 എണ്ണം, ഉഴുന്നുപരിപ്പ് ഒരു 3 ടീസ്പൂൺ. പിന്നെ ചക്കക്കുരു ആയതുകൊണ്ട് ചിലർക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി 2 ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ ചേർക്കുകയാണ്. ഇതാ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്തു. ഇതെല്ലാം കൂടെ മീഡിയം തീയിൽ വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബേൺ ആവാതെ നോക്കണം. ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി. ഒരു ഹെവി ബോട്ടം പാന് മീഡിയം തീയിൽ വെക്കുക. പാൻ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ടിട്ട് ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുക്കുക. ഉഴുന്നുപരിപ്പും ജീരകവും വെളുത്തുള്ളിയും ഇട്ടു. വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ എല്ലാം കൂടെ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കുക. ബേൺ ആയി പോവാതെ സൂക്ഷിക്കുക. ഇതാ ഈ പാകം റെഡിയാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ആ ചൂടിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞളിൻ്റെ റോ ടേസ്റ്റും സ്മെല്ലും മാറാൻ ഈ ചൂട് മതിയാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇളം ചൂടോടെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. സെയിം പാൻ മീഡിയം തീയിൽ വീണ്ടും വെക്കുക. അത് വാഷ് ചെയ്യണമെന്നില്ല, അതിൽ തന്നെ നമുക്കെല്ലാം മിക്സ് ചെയ്യാനുള്ളതാണ്. 3 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് താളിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് താളിക്കാൻ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. കടുക് ഒരു ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് ഒരു ടീസ്പൂൺ, ഒരു 10 കറിവേപ്പില, ഒരേ ഒരു പച്ചമുളകും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫൈൻലി ചോപ്പ് ചെയ്ത ഉള്ളി, ഏകദേശം 1 കപ്പോളം വേണം. പാനിലെ എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഉഴുന്നും ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് സോട്ടേ ചെയ്യുക. ഉഴുന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഫ്യൂ സെക്കൻഡ്സിൽ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ഫൈൻലി ചോപ്ഡ് 1 കപ്പ് ഒനിയൻ ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ സോട്ടേ ചെയ്യുക. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണം, നമ്മൾ ചക്കക്കുരു പുഴുങ്ങിയപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ ഉപ്പ് ചേർക്കുമ്പോൾ പാകത്തിന് ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നത് വരെ, മഞ്ഞളിൻ്റെ പച്ചമണവും ടേസ്റ്റും മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇപ്പം നമുക്ക്
ക്രഷ് ചെയ്ത് വെച്ച ചക്കക്കുരും കൂടെ ചേർത്ത് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ക്രഷ് ചെയ്തെടുത്ത ചക്കക്കുരു ഏകദേശം 2.5 കപ്പോളം വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം മഞ്ഞളൊക്കെ നന്നായിട്ട് ചക്കക്കുരുവിനകത്തൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ച ആ മിക്സ്ചറും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ചക്കക്കുരു പൊടിമാസ് റെഡിയാണ് കേട്ടോ. ഇനി പ്ലേറ്റിംഗ് ചെയ്യാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.